അവിശ്വാസം സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതുണ്ടാക്കാൻ പോകുന്ന അപകടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ ഭരണകൂട താല്പര്യത്തിന് അരു നിൽക്കുന്ന ഈ പറയുന്ന കമ്മീഷനും മാറി നിൽക്കാൻ കഴിയില്ല. അവരതിന് പേ ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 0 നമ്പർ എന്തിനാണ് ചേർക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വെച്ചപ്പം വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്, നാട്ടിലുണ്ട്, അവർക്കൊക്കെ ചേർക്കണ്ടേ? അപ്പോൾ അവർ ഇതാണ് 0 കൊടുത്തിരിക്കുന്നതാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. ഹരിയാനയിലെ കണക്കെടുത്തപ്പോൾ എന്താണ്, അപ്പർ മിഡിൽ ക്ലാസ്സുകാരൻ വീടുള്ള BJPയുടെ കൊടി കെട്ടിയ പല വീട്ടിലും 0 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്. കാരണം എന്തിനാണ്? ഒരു വെരിഫിക്കേഷൻ നടക്കാൻ പാടില്ല. കംപ്ലീറ്റ് നമ്പറുകളും അഡ്രസ്സും പേരും ഫോട്ടോയും എല്ലാം തെറ്റിച്ചു കൊടുത്ത് കൺഫ്യൂഷൻ ആക്കുകയാണ്, ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനകത്ത് ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ വന്ന തെളിവാണ്. കാരണം രാഹുൽ ഗാന്ധി ഹരിയാന എപ്പിസോഡ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മറുപടി കൊടുക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. BJPക്ക് പോലും പറ്റിയിട്ടില്ല. BJP സ്ഥിരം സ്ഥാനം എടുത്തിരുന്നു തോറ്റതിലുള്ള പ്രയാസമാണെന്ന്. ഞാൻ വീണ്ടും പറഞ്ഞത്, ബീഹാറിൽ കണ്ടിന്യൂസായി ഇത്രയും ടേം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉയർത്തിയിട്ടില്ലല്ലോ. ഒരു നിലയ്ക്ക് വരുത്തിയിട്ടില്ല. ആ സർക്കാരിന് തുടരാൻ കഴിയുന്ന രാഷ്ട്രീയവും സാമൂഹികവും ആയിട്ടുള്ള ഒരു പരിതസ്ഥിതിയും അവിടെ ഇല്ലാതിരിക്കെ ഞങ്ങൾ തന്നെ 110, 130, 140 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന കോൺഫിഡൻസ് അവർക്കെങ്ങനെ പറയാൻ പറ്റുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ട്. അപ്പോഴാണ് നാളെ വരാൻ പോകുന്ന റിസൾട്ടിനെ നാം കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ഘട്ടമാണിത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കുന്നു, തട്ടിപ്പ് നടക്കുന്നു, അതിന് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നുവെന്ന് ഇന്ത്യയിലെ നല്ല വിഭാഗം കക്ഷികൾ സംശയിക്കുന്ന, അവർക്ക് അതൃപ്തിയും അവിശ്വാസവും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനും ആ നിലയ്ക്കുള്ള കുഴപ്പമുണ്ടാവും. ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിശ്വസിക്കാതെ വരുന്നു എന്ന് വെച്ചാൽ അത് നാടിൻ്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനെയും ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നമാണ്. അതിവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ബീഹാറിലെ ഫലം മറ്റേതെങ്കിലും ഹരിയാനയിലെ ഫലം പോലെ, ഹരിയാനയിൽ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഗുസ്തിക്കാരുടെ സമരം ഉണ്ടായിരുന്നു, കർഷക സമരം ഉണ്ടായിരുന്നു, എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു, മറിച്ച് സംഭവിച്ചു. അപ്പോൾ ഇവിടുത്തെ ആസ്ഥാന വിശകലന വിദഗ്ധർ പോലും പറഞ്ഞു ഗ്രാസ് റൂട്ട് ലെവലിൽ BJP നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് ശേഷിയില്ലാതെ പോയിന്ന്. പക്ഷേ നടത്തിയ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നമുക്ക് അത്തരം ബോധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നാളത്തെ ബീഹാർ ഫലത്തെ നാം കാണാൻ പോകുന്നത്. ആളുകൾ പലരും നിരാശരാണ്. നാളത്തെ ഫലം ഇപ്പം എന്നോട് പല ആൾക്കാരും പറഞ്ഞു, നാളത്തെ TV-യിൽ രാവിലെ മുതൽ ഉണ്ടാവുമല്ലേ, എന്തിനാണ് കാത്തിരിക്കുന്നത്? 9 മണിയാകുമ്പോൾ തന്നെ 10 മണിക്ക് തന്നെ BJP ജയിക്കും, അതിനകത്ത് ഇപ്പോൾ എന്താ എക്സൈറ്റ്മെൻറ്റ്, ഓൾറെഡി ഡിസൈഡ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഈ അവിശ്വാസം സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതുണ്ടാക്കാൻ പോകുന്ന അപകടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ ഭരണകൂട താല്പര്യത്തിന് അരു നിൽക്കുന്ന ഈ പറയുന്ന കമ്മീഷനും മാറി നിൽക്കാൻ കഴിയില്ല. അവരതിന് പേ ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.